അടുത്ത 30 ദിവസത്തേക്ക് ഇറാൻ്റെ എണ്ണ വിറ്റോട്ടെ എന്നതിലേക്ക് അമേരിക്ക എത്തുക ചെറിയ കാര്യമല്ല, ചെറിയ ഡെവലപ്മെൻ്റ് അല്ല അത്. ഇറാനുമായി യുദ്ധം നടത്തിക്കൊണ്ടിരിക്കെ ഇറാനെ സാമ്പത്തികമായി തളർത്തുക, ഉപരോധങ്ങളിലൂടെ ഇല്ലാതാക്കുക എന്ന ഒരു ലോങ് ടേം പ്ലാനിൽ അമേരിക്ക വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയും അതിൻ്റെ അവസാനത്തെ സീലടിക്കലായിട്ട്, ആണിയടിക്കലായിട്ട് യുദ്ധം നടത്തുകയാണ്. അപ്പോൾ പറയുകയാണ് നിങ്ങളുടെ 30 ദിവസം എണ്ണ വിൽക്കാം എന്ന്. കാരണം അമേരിക്ക ഈ ചെയ്തുകൊണ്ടിരിക്കുന്നതിൻ്റെ ദുരന്തം ലോകം അനുഭവിക്കുകയും ലോകം അമേരിക്കയുടെ മൂവ്മെൻറ്റുകൾക്ക് എതിരാവുകയും ചെയ്യുന്നു എന്നൊരു പ്രശ്നം അമേരിക്ക അനുഭവിക്കുകയാണ്. അതുകൊണ്ടാണ് വി ആർ വൈൻഡിങ് ഡൗൺ അവർ ഗ്രേറ്റ് മിലിറ്ററി എഫേർട്ട് എന്നൊക്കെ അദ്ദേഹം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. കാരണം ഞങ്ങൾക്ക് ഇത് അവസാനിപ്പിക്കാൻ സമയമായി, വി ആർ വെരി ക്ലോസ് ടു ദ ലക്ഷ്യത്തിൽ, ഗോൾസിലേക്ക് ഞങ്ങൾ എത്തിക്കൊണ്ടിരിക്കുകയാണെന്ന് പറഞ്ഞതിനർത്ഥം ഇത് നിർത്താൻ സമയമായി എന്ന് ട്രംപ് വിചാരിക്കുന്നു. കാരണം ട്രംപിന് ഇത് കഴിഞ്ഞാൽ മിഡ് ടൈം ഇലക്ഷനുണ്ട്. മോദിക്ക് ഇവിടെ ബംഗാളിലും കേരളത്തിലും അസമിലെല്ലാം ഇലക്ഷൻ കിടക്കുന്നു. ചെറിയ പരിപാടിയല്ല, ഇത് ഉണ്ടാക്കാൻ പോകുന്ന ബുദ്ധിമുട്ട് എന്താണെന്ന്. ഇന്ത്യ ഓൾറെഡി പ്രീമിയത്തിന് വില കൂട്ടി കഴിഞ്ഞു. നോർമൽ പെട്രോളിന് വില കൂട്ടേണ്ട അടിയന്തരാവസ്ഥ ആരുടെ മുമ്പിലുണ്ട്? ഇന്ത്യയുടെ അടക്കമുള്ള രാജ്യങ്ങളുടെ മുമ്പിലുണ്ട്. ആ രാജ്യങ്ങളുടെ സമ്മർദ്ദം ചെറുതല്ല. ഇൻറ്റേർണലി അമേരിക്കക്കകത്ത് സമ്മർദ്ദമുണ്ട്. കാരണം എന്താണ്? നമ്മൾ കൊണ്ട് കളയുന്ന ടാക്സ് മണിയെക്കുറിച്ച് സമ്മർദ്ദമുണ്ട്. അവിടെ ഗ്യാസിൻ്റെ പ്രൈസ് കൂടിക്കൊണ്ടിരിക്കുകയാണ്, വിലക്കയറ്റം എന്ന് പറയുന്ന സംഗതി ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്, പൗരന്മാർ, പട്ടാളക്കാർ കൊല്ലപ്പെടുന്ന പ്രശ്നമുണ്ട്. അമേരിക്കക്കാർക്ക് ഭയങ്കര ഹൃദയവൈകാരികതയുടെ പ്രശ്നമാണിത്. കാരണം വിയറ്റ്നാമിൽ കൊണ്ടുപോയി കൊന്നു കളഞ്ഞത് 60,000-ഓളം അമേരിക്കൻ പട്ടാളക്കാരെയാണ്. ഇറാഖിൽ ഇൻവേഷൻ നടത്തി എന്തിനാണെന്ന ചോദ്യം ഇപ്പോഴും അമേരിക്കയിലുണ്ട്. മുൻ പ്രസിഡന്റുമാരുടെ വാർത്താ സമ്മേളനങ്ങളിൽ ആളുകൾ ക്ഷുഭിതരാവും നമ്മൾ കണ്ടിട്ടുണ്ട്. നിങ്ങൾ നുണ പറഞ്ഞു ഇറാഖ് ഭീകരതയുടെ അച്ചുതണ്ടാണെന്ന്, അവിടെ രാസായുധമുണ്ടെന്ന് നുണ പറഞ്ഞ് നിങ്ങൾ എൻ്റെ സുഹൃത്തുക്കളെ കൊണ്ടുപോയി കൊന്നില്ലെന്ന് ചോദിക്കുന്ന സൈനികൻ്റെ വീഡിയോ ഇപ്പോഴും വൈറലാണ്. 5000 പേരാണ് അവിടെ മരിച്ചത്, 3000 പേരാണ് അഫ്ഗാനിസ്ഥാനിൽ മരിച്ചത്. കൊറിയൻ യുദ്ധത്തിൽ അമേരിക്ക കൊണ്ട് കളഞ്ഞത് 30,000-ഓളം ആൾക്കാരെയാണ്. ഇതൊക്കെ എന്തിനായിരുന്നു എന്ന് വിചാരിക്കുന്ന ആൾക്കാർ അമേരിക്കയിലുണ്ട്. അവരാണ് മമതാനിക്ക് വോട്ട് ചെയ്യുന്ന ആൾക്കാർ. ഇത് സീരിയസ് ആയിട്ടുള്ള ഇഷ്യൂ ആണ് അവിടെ. അവിടുന്ന് ഈ പറഞ്ഞ ആളുകളുടെ ശവമഞ്ചങ്ങൾ ചെല്ലുമ്പോൾ അതുണ്ടാക്കുന്ന വൈകാരിക പ്രശ്നം, ഓൾറെഡി അമേരിക്ക അനുഭവിക്കുന്ന വലിയ കടബാധ്യത, അതുണ്ടാക്കിയിരിക്കുന്ന ഒരു അടച്ചിടൽ ഭീതി, വലിയ തോതിലുള്ള തൊഴിൽ നഷ്ടം ട്രംപ് അധികാരത്തിൽ വന്നതിന് ശേഷം ഉണ്ടായതാണ്. അപ്പോൾ ഇതെല്ലാം ഇതിൻ്റെ ഒരു മൂർധന്യാവസ്ഥയിൽ നിൽക്കുകയാണ് ഇസ്രയേലിന് വേണ്ടി യുദ്ധം ചെയ്യുന്നത്. ഈ യുദ്ധം എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോയി, എങ്ങനെ അവസാനിപ്പിക്കുന്ന ക്വസ്റ്റ്യൻ അവിടെ നിൽക്കെ എണ്ണ പ്രതിസന്ധി രൂക്ഷമായിരിക്കുന്നു, ഗ്യാസിൻ്റെ പ്രതിസന്ധി രൂക്ഷമായിരിക്കുന്നു. അത് പരിഹരിക്കാൻ അമേരിക്ക ആലോചിക്കുന്ന ഹോർമുസ് പിടിക്കാമെന്നാണ്. അത് സിമ്പിളായിട്ടുള്ള കാര്യമല്ല. അത് എന്തുകൊണ്ടാണ് സിമ്പിൾ അല്ലാത്തെന്ന് ചോദിച്ചാൽ, ഹോർമുസ് നമുക്ക് നിയന്ത്രണ വിധേയമാക്കണം, ഇറാൻ്റെ ഈ മുഷ്ക് അവസാനിപ്പിക്കണം, നിങ്ങളെല്ലാവരും കൂടി വരണം എന്ന് പറഞ്ഞ് വിളിച്ചു. നാറ്റോ പോയില്ലല്ലോ, നാറ്റോയിലെ രാജ്യങ്ങൾ പോയില്ല. മറ്റുള്ള ചൈന വിളിച്ചു, ചൈന പോവില്ല. പക്ഷേ നാറ്റോ രാജ്യങ്ങൾ പോകണ്ടേ, ഞങ്ങൾ ആ റിസ്കിനില്ല എന്ന് പറഞ്ഞു. കാരണം ഇതൊരു 35 കിലോമീറ്റർ മാത്രം വീതിയുള്ള കടലിടുക്കാണ്. അതിൽ കപ്പൽ പോകാൻ കഴിയുന്ന സിഗേഷ് ഒരു 4-5 കിലോമീറ്റർ വീതി മാത്രമേ ഉള്ളൂ. അതുവഴി കപ്പൽ പോകുള്ളൂ. ഈ ടാങ്കറുകൾ അവിടെ എന്ന് വെച്ചാൽ കിൽ ബോക്സ് എന്നാണ് അറിയുന്നത്, ഇറാൻ്റെ കിൽ ബോക്സ്. നിങ്ങൾ അതുവഴി കപ്പൽ കൊണ്ട് ഓടിക്കാൻ ശ്രമിച്ചാൽ കപ്പൽ മുക്കും, കപ്പൽ പൊട്ടിത്തെറിക്കും എന്നതാണ് യാഥാർത്ഥ്യം. ഡെയിലി 130 to 240, 130, 240 കപ്പൽ പോയിക്കുന്ന ഒരു സ്ഥലത്തൂടെ 5 കപ്പലായി ഇപ്പോൾ മാക്സിമം പോകുന്നത്. ലോകത്ത് എന്താ ഉണ്ടാകുന്ന പ്രശ്നം? 20% ഓഫ് എണ്ണയും ഗ്യാസും പോകുന്ന സ്ഥലം ബ്ലോക്കായാൽ അവിടെ നിയന്ത്രണം പൂർണ്ണമായും ഇറാന് മാത്രമായാലും. ഇറാൻ ഈ യുദ്ധം നേരത്തെ കണക്കാക്കുന്നു. നമ്മൾ നേരത്തെ പറഞ്ഞേ മൊസൈക്ക് ഡിഫൻസ് സ്ട്രാറ്റജി എടുത്തുനിന്ന് അതിൽ ഹോർമുസ് ഒരു പ്രധാന സംഗതിയാണ്. അവിടെ മൈനുകൾ പാകിയിരിക്കുന്നു, ടോർപിഡോസ് പാകിയിരിക്കുന്നു. നിങ്ങൾ അതുവഴി കപ്പൽ ഓടിക്കാൻ ശ്രമിച്ചാൽ അത് തകർക്കപ്പെടുമെന്ന് മറ്റ് രാജ്യങ്ങൾ ആ റിസ്ക് മനസ്സിലാക്കുകയാണ്. അമേരിക്ക നാറ്റോ രാജ്യങ്ങളുമായി ചേർന്നൊരു പദ്ധതി ആലോചിച്ചു, നമുക്കിതിനെല്ലാം എസ്കോട്ട് ചെയ്യാം ഈ ടാങ്കറുകളെ. അപ്പോൾ എല്ലാവരും കൂടി എത്തിച്ചേർന്ന നിഗമനം, ആകെ ഉണ്ടായിരുന്ന പഴയ സ്റ്റാറ്റസ് എന്തായിരുന്നു അതിൻ്റെ 10% അച്ചീവ് ചെയ്യാൻ പറ്റില്ല. എക്സ്കോട്ട് ചെയ്യാൻ തീരുമാനിച്ചാൽ പോലും 100 കപ്പൽ എന്നുള്ളത് നിങ്ങൾക്ക് മാക്സിമം 10 കപ്പൽ ഓടിക്കാൻ പറ്റുമായിരിക്കും, ബാക്കി ഓടിക്കാൻ പറ്റാത്ത പ്രശ്നമുണ്ട്. സോ നമ്മളിതിൻ്റെ തുടക്കത്തിൽ പറഞ്ഞതുപോലെ ഇറാൻ അതിൻ്റെ വജ്രായുധം എടുത്ത് പ്രയോഗിച്ചു, അതാണ് ഹോർമുസ്. ആ ഹോർമുസ് എടുത്ത് പ്രയോഗിക്കുമ്പോൾ അത് റിസഷനിലേക്ക് കാര്യങ്ങളെ കൊണ്ടുവന്നു. ലോകത്താകമാനമുള്ള ഒരു സാമ്പത്തിക ഞെരുക്കത്തിലേക്ക് അത് കാര്യങ്ങളെ കൊണ്ടുപോവുകയാണ്. അമേരിക്കയെ സംബന്ധിച്ച് ഇതുപോലെ ഒരു തീക്കളി കളിക്കുമ്പോൾ അതിന് ആഭ്യന്തരമായി ഉണ്ടാകുന്ന പ്രശ്നം, ആഭ്യന്തര രാഷ്ട്രീയ പ്രശ്നം, സാമ്പത്തിക പ്രശ്നം എന്നിവ അവിടെ കിടക്കുന്നു, വൈകാരിക പ്രശ്നങ്ങൾ അവിടെ കിടക്കുന്നു എന്നാണ്. ഈ യുദ്ധം നമ്മൾ ഇസ്രായേലിന് വേണ്ടി മാത്രം ചെയ്യുന്നതാണെന്ന പൊതുവികാരം അമേരിക്കയിൽ കൂടുകയാണ്. സോ ഈ സ്പെൻഡിങ് ഭയങ്കര പ്രശ്നമാണ്. $200 ബില്യൺ പ്രപ്പോസൽ വെച്ചിരിക്കുകയാണ് അമേരിക്കൻ കോൺഗ്രസ്സിൽ. ഈ പൈസ നമ്മൾ എന്തിനുകൊണ്ട് തുലയ്ക്കണം എന്ന ചോദ്യം അതിനകത്തെ ആൾക്കാർ, പൊളിറ്റീഷ്യൻസ് ചോദിക്കുന്നു. ട്രംപ് ഇതിൽ കുടുങ്ങിയിട്ടാണുള്ളതെന്നാണ് നമ്മൾ സാധാരണ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ആൾക്കാർ പെട്ടെന്ന് വിചാരിക്കും അമേരിക്ക ലോകത്തെ ഒരു സൂപ്പർ പവർ കൺട്രി, ഇറാൻ ഇത്രയുള്ള രാജ്യം, ഒരു യുദ്ധം ഉണ്ടായാൽ 3 ദിവസം കൊണ്ട് അമേരിക്ക ഇറാനെ തീർക്കില്ല എന്നാണ് നോർമലി ലോജിക്കിൽ നമുക്ക് തോന്നുന്നത്. അല്ലേ, എല്ലാവരും വിചാരിക്കും ഇവന്മാരുടെ ഇറാന് വേണ്ടിയുള്ള കരച്ചിൽ, ഈ യുദ്ധത്തിൽ അമേരിക്ക അവിടെ കിടക്കുന്നു, ഇസ്രായേൽ അവിടെ കിടക്കുന്നു, ഇറാൻ അവിടെ കിടക്കുന്നു, ഇറാൻ തീരും. അങ്ങനെ ഏകപക്ഷീയമായി അടിച്ച് തീർക്കുന്ന പണ്ട് ജപ്പാനിൽ അനുഭവപ്പെട്ട് തീർത്ത പോലുള്ള യുദ്ധങ്ങളുടെ കാലം അവസാനിച്ച് കഴിഞ്ഞിരിക്കുന്നു. ഈ യുദ്ധം എന്ന് പറയുന്നത് കേവലമായി നിങ്ങളുടെ കയ്യിലിരിക്കുന്ന സംഗതിയിലെടുത്ത് ഇടുന്നത് മാത്രമല്ല. അങ്ങനെ ഇട്ട് നിങ്ങൾക്കൊരു യുദ്ധത്തിലും നിങ്ങൾക്ക് അഡ്വാൻസ് ചെയ്യാൻ പറ്റില്ല, ജയിക്കാൻ കഴിയില്ല. യുദ്ധത്തെക്കുറിച്ച് വന്നാൽ അത് ബഹുശാഖിയായ ഒരു സംഗതിയാണ്. അതിന് ഇക്കണോമിക് ആയിട്ടുള്ള സംഗതികളുണ്ട്, അതിന് ഈ റീജിയണൽ പൊളിറ്റിക്സുമായി ബന്ധപ്പെട്ടതുണ്ട്, ജിയോ പൊളിറ്റിക്കലായിട്ടുള്ള പലതരം സംഗതികളുടെ ഒരു സമ്മിശ്ര പരിപാടിയാണ് യുദ്ധം.
അതിനെല്ലാം നിങ്ങൾക്ക് കവർ ചെയ്യാൻ പറ്റണം. അതായത് നിങ്ങളുടെ രാജ്യത്തിൻ്റെ നിലനിൽപ്പ്, നിങ്ങളുടെ രാജ്യത്തിൻ്റെ സ്വീകാര്യത, നിങ്ങളുടെ കൂടെ ഇന്ന് ആരുണ്ട്, നാളെ ആരൊക്കെ ഉണ്ടാവും, ഇന്നലെ ആരൊക്കെ ഉണ്ടായിരുന്നു, ഇതെല്ലാം യുദ്ധത്തിലെ ഘടകമാണ്. അമേരിക്ക ആ നിലയ്ക്ക് ഒറ്റപ്പെടുകയാണ്. നീ ഒന്നും വന്നില്ലെങ്കിലും വേണ്ടില്ല, ഞങ്ങൾ ഒറ്റയ്ക്ക് ചെയ്തോളാം എന്നൊക്കെ ട്രംപ് അവസാനം ദേഷ്യം പിടിച്ച് പറഞ്ഞു കണ്ടില്ലേ. അപ്പോൾ അതുകൊണ്ട് യുദ്ധം എന്ന് പറയുന്നത് നിങ്ങളുടെ കയ്യിൽ, അമേരിക്കയുടെ കയ്യിൽ 100 അനുഭവമുണ്ട്. അതുകൊണ്ട് അമേരിക്കയ്ക്ക് ജയിക്കുമെന്ന് വിചാരിക്കുന്ന വിവരപരിമിതരെ നമുക്ക് കാണാൻ പറ്റും. അങ്ങനെ ജയിക്കാൻ പറ്റില്ല. അങ്ങനെ ജയിക്കണമെങ്കിൽ അമേരിക്ക, നമ്മൾ എപ്പോഴും പറയാറില്ല, അമേരിക്ക ഒരു നോട്ട് ജസ്റ്റ് എ കൺട്രി, അതൊരു സാമ്രാജ്യമാണ്. ആ സാമ്രാജ്യത്തിൻ്റെ തൂണുകൾ, പില്ലേഴ്സ്, അതിൻ്റെ നെറ്റ്വർക്ക് എന്ന് പറഞ്ഞാൽ ഈ ഗൾഫിലെ വൻകിട രാജ്യങ്ങളാണ്. അവരുടെ എല്ലാം പിന്തുണ നഷ്ടപ്പെടുകയാണ്. ആ രാജ്യങ്ങൾ തന്നെ ഫിനാൻഷ്യലി വലിയ ക്രൈസിസിലേക്ക് പോവുകയാണ്. അവരുടെ എണ്ണപ്പാടങ്ങളിലേക്ക് ഇവർ ബോംബെടുത്തുകയാണ്. അത് നഷ്ടപ്പെട്ടാൽ പിന്നെ അമേരിക്ക എന്നുള്ള സാമ്രാജ്യമില്ല, അത് ജസ്റ്റ് ഒരു കൺട്രി മാത്രമാണ്. അതുകൊണ്ട് അമേരിക്കയ്ക്ക് അവരുടെ ലോകത്തെല്ലായിടത്തുമുള്ള താല്പര്യങ്ങൾ സംരക്ഷിക്കേണ്ടി വരും. ഇപ്പോൾ ഇസ്രായേൽ ആഗ്രഹിക്കുന്ന എന്താണ്? ഇത് കംപ്ലീറ്റ് ഈ റീജിയനിലെ എണ്ണ വ്യാപാരമെല്ലാം ഞങ്ങളുടെ അടുത്ത് നടക്കണം എന്നുള്ളതാണ്. പക്ഷേ ഇത് അമേരിക്ക വിചാരിച്ചതിന് അപ്പുറത്തെ കാര്യം പോകുന്നുണ്ട്. ഇപ്പോൾ നേരത്തെ പറഞ്ഞില്ലേ, ഇവർ വിചാരിക്കുന്നത് പരമാവധി 2000 കിലോമീറ്ററാണ് ഇവന്മാരുടെ മിസൈലിൻ്റെ റേഞ്ച് എന്നാണ്. 4000 കിലോമീറ്ററുള്ള മിസൈൽ എടുത്തിട്ടിരിക്കുകയാണ്. ഈ സെജ്ജിൽ പോലുള്ള മിസൈലൊന്നും ഇപ്പോഴും ഈ GCCയിൽ ഉപയോഗിച്ചിട്ടില്ല. ഇപ്പോൾ ഈ കുറേ പട്ടാളക്കാരായിട്ട് ഹോർമുസിൽ വന്നിറങ്ങാനുള്ള തീരുമാനത്തിന് പോലും ആരുടെയും പിന്തുണയില്ലാത്തത്. അപ്പോൾ അവിടെ ആ ടെറൈൻ ഇറാന് മാത്രം അറിയാവുന്ന ഒന്നാണ്. അങ്ങനെ ചെന്ന് ഇറങ്ങി കൊടുത്തപ്പോഴാണ് വിയറ്റ്നാമിൽ 60,000 പേര് മരിച്ചത്. അങ്ങനെ ചെന്ന് ഇറങ്ങി കൊടുത്തപ്പോഴാണ് ഇറാഖിലും അഫ്ഗാനിസ്ഥാനിലും കൊറിയൻ വാറിലുമെല്ലാം അമേരിക്കയ്ക്ക് ആയിരക്കണക്കിന് പട്ടാളക്കാരെ നഷ്ടപ്പെട്ടത്. അതിന് വീണ്ടും ഇറങ്ങിത്തിരിക്കാൻ ശ്രമിക്കുമ്പോൾ ആരും അതിന് തയ്യാറല്ല. കാരണം അറിയാമോ, ഇതിൻ്റെ കോസ് ലോകത്തിന് ബോധ്യപ്പെട്ടിട്ടില്ല. നിങ്ങൾ എന്തിനാണ് യുദ്ധം ചെയ്യുന്നത്? ഫോർ വാട്ട്? ഇറാൻ എന്ത് ത്രട്ടൺ ചെയ്തു? ഇറാൻ്റെ ഏതെല്ലാം പ്രധാനപ്പെട്ട നേതാക്കളെ കൊന്നു, കോൺസുലേറ്റ് ആക്രമിച്ചു. അപ്പോഴൊന്നും ഇറാൻ പ്രതികരിക്കാതിരുന്ന ഒരു സന്ദർഭമുണ്ട്, നമുക്ക് ഓർമ്മയില്ലേ? ഇറാൻ പരമാവധി സംയമനത്തിൻ്റെ പാത എടുത്തു. നിങ്ങൾ എന്തിനാണ് ഇറാനെ ആക്രമിക്കുന്നത്? ലോകത്ത് എല്ലാവർക്കും അറിയാം. ഇറാൻ തന്നെയും വന്ന ഒബാമയുടെ കാലത്ത് എഴുതി ഒപ്പിട്ട് കൊടുത്തു, ഞങ്ങൾ അനുഭവം ഉണ്ടാക്കുന്നില്ല എന്ന്. ഞങ്ങൾ യുറേനിയം സമ്പുഷ്ടീകരണം, ആയുധ രൂപീകരണത്തിന് വേണ്ടി ഉണ്ടാക്കുന്നില്ല എന്ന് എഴുതി ഒപ്പിട്ട് കൊടുത്തില്ലേ, പൂർണ്ണമായും പിൻവാങ്ങുമെന്ന്. ട്രംപ് വന്നിട്ട് അതുകൊണ്ട് ക്യാൻസലായി കളഞ്ഞു. അങ്ങനല്ല, വേറെ കരാർ ഉണ്ടാക്കണമെന്ന് പറഞ്ഞ് വാശി പിടിക്കുകയാണ്. അപ്പോൾ ലോകത്തിനറിയാം ഒരു കാരണവുമില്ലാതെ നടത്തുന്ന യുദ്ധം കേവലമായിട്ടുള്ള ഇസ്രായേൽ താല്പര്യമാണ്. അതിന് നമ്മുടെ പൗരന്മാരെയും നമ്മുടെ പണവും കൊടുക്കേണ്ട കാര്യമില്ല. ലോകത്തെ നമ്മൾ ഡീസ്റ്റെബിലൈസ് ചെയ്യേണ്ട കാര്യമില്ല. അതിൽ അമേരിക്ക കുടുങ്ങിയിട്ടാണുള്ളത്. ഞാൻ വിചാരിക്കുന്ന 1-2 ആഴ്ച മാക്സിമം പോയി കഴിഞ്ഞാൽ ഈ യുദ്ധം ഞങ്ങൾ ജയിച്ചു കഴിഞ്ഞു എന്ന് പ്രഖ്യാപിച്ച് ട്രംപിനെ പിൻവാങ്ങേണ്ടി വരും. അല്ലെങ്കിൽ നമ്മളടക്കം അതിൻ്റെ വില കൊടുക്കേണ്ടി വരും. അത് ഭയങ്കരമായ ക്രൈസിസിലേക്ക് പോകുന്നു. ഇപ്പോൾ ഇന്ത്യ ഇറാനും തമ്മിൽ സംസാരിച്ച് ഹോർമുസിലൂടെ നമ്മുടെ കപ്പൽ 3 കടത്തിവിടാൻ തീരുമാനിച്ചു. നല്ല കാര്യമാണ്. പക്ഷേ ഹോർമുസിലേക്ക് മറീൻസ് വന്നിറങ്ങുകയും അവിടെ പിടിക്കാൻ ശ്രമിക്കുകയും ചെയ്താൽ ഒരു കൊടിയ യുദ്ധമായിട്ട് അത് മാറും. അങ്ങനെ മാറിയാൽ ആരുടെയും കപ്പൽ വരില്ല. അങ്ങനെ വരാതിരുന്നാൽ നമ്മളൊക്കെ അതിൻ്റെ ഇരകളായിട്ട് മാറും. അതുകൊണ്ട് ഈ യുദ്ധം എന്ന് പറയുന്നത് കൈയടിക്കാനുള്ള യുദ്ധമല്ല, ഇതൊരു വീഡിയോ ഗെയിം അല്ല, ഇത് ശരിക്കുള്ള യുദ്ധമാണ്. ആ യുദ്ധത്തിൻ്റെ ഇമ്പാക്റ്റ് ഏരിയ എന്ന് പറഞ്ഞാൽ വന്ന് മിസൈൽ വീഴുന്നിടത്ത് ആളുകൾക്ക് മാത്രമുള്ളതല്ല, അല്ലാത്തവർക്കുള്ളതാണ്. അപ്പോൾ അത് മനസ്സിലാക്കി ലോകത്തെ മനുഷ്യന്മാർക്ക് ഇടപെടാൻ കഴിയട്ടെ എന്ന് മാത്രമേ ഞാൻ പ്രത്യാശിക്കുന്നുള്ളൂ.